खड्गं चक्रगदेषु चापपरिघान् शूलं भूसुण्डीं शङ्खं सन्ददधिं कुरैस्त्रिनयनां सर्वाङ्गभूषावृता यामस्तौ स्वपिते हरौ कमलजो हन्तुं मधुं कैढभं नीलाश्मद्युतिमास्य पाददशकां सेवे മഹാകാളികാ. മഹാമാരികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ പരശുരാമൻ കേരളത്തിൽ 4 അതിരുകളിലും പണിത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പുരാണങ്ങളിൽ പറയുന്നു. പണ്ടുകാലത്ത് നാട്ടിലാകെ പടർന്നു പിടിച്ചിരുന്ന വസൂരിമാലയെ ഇല്ലാതാക്കാൻ കൊടുങ്ങല്ലൂർ ഭഗവതിയെയാണ് ശരണം പ്രാപിച്ചിരുന്നത്. അമ്മയോട് പ്രാർത്ഥിച്ചാൽ വസൂരിയിൽ നിന്നും രക്ഷ കിട്ടിയിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വസൂരിമാല എന്ന പ്രതിഷ്ഠ നടത്തി ദേവിക്ക് മഞ്ഞൾപ്പൊടി ചാർത്തുന്ന ആചാരം നിലവിൽ വന്നത്. ദേവിയെ മനസ്സറിഞ്ഞ് വിളിച്ച് മഞ്ഞൾപ്പൊടി ചാർത്തിയാൽ എല്ലാ മഹാമാരികളിൽ നിന്നും ദേവി രക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസം ഭക്തജനങ്ങൾക്കുണ്ട്. ഒരുപാട് നിഗൂഢതകളും പ്രത്യേകതകളും ഉള്ള ക്ഷേത്രമാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. എടുത്തു പറയേണ്ട 1-2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ കൊടിമരമില്ല എന്നതാണ്. പകരം വലിയൊരു കൽവിളക്കാണ് ഉള്ളത്. മറ്റൊരു പ്രത്യേകത, ആൽത്തറകളാലും ആലുകളാലും സമ്പന്നമായ ക്ഷേത്രം എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിന് ചുറ്റും നിരവധി ആലുകളും ആൽത്തറകളുമുണ്ട്. ആൽമരങ്ങൾ ഇത്രയധികം ഉള്ളൊരു ക്ഷേത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക ഊർജം നിലനിൽക്കുന്ന ക്ഷേത്രമാണ്. പകൽ സമയങ്ങളിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് നിൽക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും ഗ്രഹരോഗ ദോഷശാന്തിക്ക് ഉത്തമമാണ്. ആൽമരങ്ങൾ നിറഞ്ഞ സ്ഥലത്തിന് എനർജി കൂടുമല്ലോ. മീനഭരണി വളരെയധികം പ്രത്യേകതകളോടെ ഏറ്റവും ആഘോഷമായി കൊണ്ടാടുന്ന പ്രമുഖ കാളിക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ക്ഷേത്രം. മീനമാസത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങോടെയാണ് ഭരണി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. വടക്കേ നടയിലുള്ള കല്ലിൽ ചെമ്പട്ടിൽ പൊതിഞ്ഞ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. കൊടുങ്ങല്ലൂർ കോവിലകത്തുകാരാണ് ചടങ്ങ് നടത്തുക. തുടർന്ന് കാവിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുള്ള വലിയ ആലിൽ എടമുക്ക് മൂപ്പൻ വേണാടിൻ്റെ കൊടി നാട്ടുന്നു. കൊടുങ്ങല്ലൂരമ്മയും വേണാടും തമ്മിൽ പണ്ടുമുതലേ ഉള്ള ബന്ധത്തിൻ്റെ ഓർമ്മിക്കലാണ് ഇത്. വേണാട് കുടുംബത്തിൻ്റെ നിലപാട് തറയാണ് അത്. അതുപോലെ കേരളത്തിലാകമാനം ഉള്ള പല കുടുംബങ്ങളുടെയും അവകാശമാണ് കാവിലെ പല തറകളും. ചുവന്ന വസ്ത്രം ധരിച്ച ഭക്തർക്ക് മൂപ്പന്മാർ അനുഗ്രഹിച്ചു വാളും ചിലമ്പും നൽകി കാവ് തീണ്ടലിന് അനുമതി നൽകുന്നതോടെയാണ് കാവ് തീണ്ടലിന് തുടക്കമാവുന്നത്. ഭക്തിയാൽ ഉന്മാദാവസ്ഥയിലെത്തുന്ന കോമരങ്ങൾ രൗദ്രതാളത്തിൽ ചുവടുവെച്ച് നൃത്തം ചെയ്യുന്ന കാഴ്ച കൊടുങ്ങല്ലൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കൊടുങ്ങല്ലൂർ കോവിലകത്തെ അതതു കാലത്തെ രാജാവാണ് കാവ് തീണ്ടൽ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നിലപാട് തറയിൽ ചുവന്ന പട്ടുകുട ഉയർത്തിയാണ് കാവ് തീണ്ടലിന് രാജാവ് അനുമതി നൽകുന്നത്. രൗദ്രഭാവത്തിൽ ഭ്രാന്തമായ രീതിയിൽ ചിലമ്പും വാളും മണിയും ചുവന്ന വസ്ത്രവും ധരിച്ച് ചടുലതാളത്തിൽ ഉന്മാദത്തോടെ ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ദാരികവധത്തിനു ശേഷം കലിയടങ്ങാത്ത ഭഗവതിക്ക് ചുറ്റുനിന്ന് ഭൂതഗണങ്ങൾ നടത്തിയ പാട്ടുനൃത്തവും ഓർമ്മിച്ചുകൊണ്ടാണ് പള്ളിവാളം ചിലമ്പുമണിഞ്ഞ് ഭരണിപ്പാട്ടും നൃത്തവുമായി കോമരങ്ങളുടെ കാവ് തീണ്ടൽ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സമീപ പരിസരത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീ കുരുമ്പ ക്ഷേത്രത്തിലാണ് കണ്ണകിയെ പ്രതിഷ്ഠിച്ചതെന്നും അവിടുന്ന് പിന്നീട് ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വടക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചു എന്നും ഐതിഹ്യം പറയുന്നു. എന്തൊക്കെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഉണ്ടെങ്കിലും ശക്തിപ്രഭാവം കൊണ്ട് ഉഗ്രമൂർത്തിയായി ഭക്തജനപ്രിയയായി ക്ഷിപ്രപ്രസാദിനിയായി കാത്തുരക്ഷിക്കുന്ന ശക്തിയാണ് കൊടുങ്ങല്ലൂരമ്മ എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഭരണിപ്പാട്ടിൽ അഹല്യാമോക്ഷം, ഉഷാചരിതം തുടങ്ങിയവ അശ്ലീല ചുവ ചേർത്തു പാടുന്ന പതിവാണ് ഉള്ളത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മനസ്സിലെ ദുഷിച്ച ചിന്തകളെയും മറ്റും നീക്കി അമ്മയുടെ മുൻപിൽ സമസ്താപരാധം പറഞ്ഞ് ശുദ്ധിയാവുന്നു എന്നാണത്ര ഐതിഹ്യം. എന്നാൽ അന്നേ ദിവസം അശ്ലീല ചുവയുള്ള ഭരണിപ്പാട്ടുകൾ മാത്രമല്ല, അതേ ഈണത്തിലും താളത്തിലും ദേവിയുടെ അവദാനങ്ങളും പുരാണ കഥകളും പാടാറുണ്ട്. ആ ഈണത്തോടും താളത്തോടും ഒപ്പമുള്ള കോമരങ്ങളുടെ നൃത്തത്തോടും അവിടെ എത്തിച്ചേർന്ന പുരുഷാരങ്ങൾ ലയിച്ചു ചേരുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്.
അശ്വതി നാളിൽ കാവ് തീണ്ടാൽ കഴിഞ്ഞതിനു ശേഷം ഉച്ചയ്ക്കു ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി ദേവിയുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി തൃച്ചന്ദനം ചാർത്തുന്നു. അത് കഴിഞ്ഞ് നട അടച്ചാൽ 6-ാം ദിവസമാണ് നട തുറക്കുന്നത്. അതുവരെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാരായ അടികൾ മാത്രം കിഴക്കുവശത്തെ വാതിലിലൂടെ അകത്തു കടന്നാണ് പൂജകൾ നടത്തുക. ക്ഷേത്രത്തിൽ രഹസ്യ അറയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഹാമേരു ശ്രീചക്രം സൂക്ഷിച്ചിരിക്കുന്നു. ദേവിയുടെ ശക്തി കേന്ദ്രമായ ശ്രീചക്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇത്ര ശക്തിയാർന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ ഇല്ല എന്നു തന്നെ പറയാം. തൊട്ടടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് ശിവഭഗവാനെയും പുറത്ത് ക്ഷേത്രപാലനെയും വസൂരിമാലയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദാരികനെ വധിച്ചു കലിതുള്ളി നിൽക്കുന്ന ദേവിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തം ചെയ്ത ഓർമ്മയ്ക്കാണ് ഭരണി ഉത്സവമെന്നും നിരപരാധിയായ തൻ്റെ ഭർത്താവ് കോവലനെ വധിച്ചതിൽ സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ തൻ്റെ മുല പറിച്ചെറിഞ്ഞ് സംഹാരരുദ്രയായി മധുരാ നഗരം ചുട്ടരിച്ച കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും വിശ്വാസം. രേവതി നാളിൽ കളമെഴുത്തുപാട്ടും വിളക്കും ആണ് പ്രധാന ചടങ്ങുകൾ. ദാരികനെ കൊന്ന് ദേവി വിജയം നേടിയതിൻ്റെ ആഘോഷമായിട്ടാണ് രേവതി വിളക്കും പാട്ടുമൊക്കെ. മീനഭരണി ആഘോഷം എന്ന് പേരുണ്ടെങ്കിലും മീനഭരണി നാളിൽ ക്ഷേത്രത്തിൽ ഒരാഘോഷവും നടക്കുന്നില്ല. മീനഭരണി ആഘോഷങ്ങളിൽ ഇപ്പോഴും ബ്രാഹ്മണർ പങ്കെടുക്കാറില്ല. അതിനു പുറകിൽ ഒരു കഥയുണ്ട്. പണ്ടൊക്കെ വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ വളരെ ദൂരത്തു നിന്ന് പോലും നടന്നാണ് ഭക്തർ വന്നിരുന്നത്. അങ്ങനെ ഭഗവതിയുടെ തീവ്ര ഭക്തനായിരുന്ന ഒരു സാധു നടന്ന് ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്നു. അയാൾ നടന്നെത്തിയപ്പോഴേക്കും വല്ലാതെ ഇരുട്ടിയിരുന്നു. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ ഒരുപാട് വീടുകളും താമസക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ഇല്ലങ്ങൾ മാത്രം അവിടെ എവിടെയായി ഉണ്ടായിരുന്നു. വളരെ ദൂരം നടന്ന് വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് തളർന്ന ആ സാധു മനുഷ്യൻ വിശ്രമിക്കാനായി ആ ഇല്ലങ്ങളിലെല്ലാം അഭയം ചോദിച്ചു ചെന്നു. ആരും അഭയം നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരു വീട്ടുടമ ദൂരെയുള്ള ഒരു വിളക്കുമാടം കാണിച്ചിട്ട് അവിടേക്ക് പൊയ്ക്കൊള്ളാനും അവിടെ പ്രായമായ ഒരു ആത്തോലമ്മ മാത്രമേ ഉള്ളുവെന്നും അവിടെ വിശ്രമിക്കാമെന്നും പറഞ്ഞ് കളിയാക്കി വിട്ടു. അത് വിശ്വസിച്ച ആ സാധു മനുഷ്യൻ വിളക്കുമാടം കണ്ട സ്ഥലം ലക്ഷ്യമാക്കി ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പത്തായപ്പുരയും വിളക്കുകല്ലും കണ്ടു. വാതിലിൽ തട്ടി വിളിച്ചപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു മുതുമുത്തശ്ശി ഇറങ്ങി വന്നു. വിവരങ്ങൾ അറിഞ്ഞ മുത്തശ്ശി യാത്രക്കാരന് അടുത്തുള്ള കുളത്തിൽ മുങ്ങിക്കുളിച്ചു വന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. കുളിച്ചു വന്ന യാത്രക്കാരന് ക്ഷേത്രത്തിലെ നേദ്യച്ചോറ് കഴിക്കാൻ നൽകി പുറംതിണ്ണയിൽ കിടക്കാൻ പായും നൽകി. ക്ഷീണിച്ച അവശനായ യാത്രക്കാരൻ കിടന്ന വഴി ഗാഠനിദ്രയിലായി. നേരം പുലർന്ന് കണ്ണു തുറന്ന ആ സാധു അമ്പരന്നുപോയി. താൻ കിടക്കുന്നത് ഭഗവതിയുടെ തിരുനടയിലാണെന്ന് മനസ്സിലാക്കിയ സാധുവിന് അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. അതായത് തനിക്ക് അഭയം തന്ന മുത്തശ്ശി വേറാരുമല്ല, ശക്തിസ്വരൂപിണിയും കരുണാമയിയുമായ ശ്രീ ഭഗവതി തന്നെയായിരുന്നുവെന്ന്. സന്തോഷവും സങ്കടവും സഹിക്കവയ്യാതെ ആ സാധു കണ്ണീരോടെ ഭഗവതിയുടെ മുന്നിൽ നമസ്കരിച്ചു. അങ്ങനെ ആ സാധുവിന് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി. എന്നാൽ ആ സാധുവിന് അഭയം കൊടുക്കാതെ പറഞ്ഞുവിടുകയും കളിയാക്കുകയും ചെയ്ത 7 ഇല്ലങ്ങളും ഭഗവതിയുടെ കോപത്താൽ അഗ്നിക്കിരയായി. ഭക്തവത്സലയായ കൊടുങ്ങല്ലൂരമ്മ വെളിപ്പുറത്ത് അമ്മയാണ്. തൻ്റെ ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന സർവേശ്വരി. അമ്മയുടെ തിരുമുമ്പിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ഭക്തർക്ക് മനസ്സിലാവും എത്രമാത്രം ശക്തിസ്വരൂപിണിയും കരുണാമയിയുമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന്. എല്ലാ ആപത്തുകളിൽ നിന്നും ലോകജനതയെ എപ്പോഴും കാത്തുരക്ഷിക്കാനായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു.